ഇസ്ലാം എന്നത് ലോകത്ത് 7-ാം നൂറ്റാണ്ടിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു പുതിയ ആശയമാണെന്നും അതിലെ നിയമങ്ങളെല്ലാം മറ്റു മതങ്ങളിൽ നിന്ന് പകർത്തിയതാണെന്നും വരുത്തിത്തീർക്കാനാണ് ഈ ഇസ്ലാം വിമർശകൻ ഇവിടെ ശ്രമിക്കുന്നത്. യഹൂദ മതവിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് മുൻപ് നടത്തുന്ന ശുദ്ധീകരണ കർമ്മങ്ങളെ ഇസ്ലാമിലെ വുളൂയിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ഇത് കേവലം ഒരു പകർപ്പാണ് എന്നയാൾ പരിഹസിക്കുന്നു. എന്നാൽ ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചക ചരിത്രത്തെക്കുറിച്ചും ഇയാൾക്കുള്ള അഗാധമായ അറിവില്ലായ്മയോ അതല്ലെങ്കിൽ ബോധപൂർവമായ മൂടിവെക്കലോ ആണ് ഇതിലൂടെ പുറത്തുവരുന്നത്. വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാൻ പോണേ. കണ്ടാൽ നിങ്ങൾ ഞെട്ടും. വേറൊന്നുമല്ല, നമ്മളുടെ ഒതുവെടുക്കുന്ന സാധനം. അതായത് ജൂതന്മാര് പ്രാർത്ഥിക്കാൻ പോണതിന് മുന്നേ ഒതുവെടുക്കുക. ഇവിടെ അയാൾ പറയുന്ന കാര്യത്തിൽ വലിയൊരു യുക്തിപ്രശ്നമുണ്ട്. ഇസ്ലാം എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബി പുതിയതായി ഉണ്ടാക്കിയ ഒരു മതമാണെന്ന തെറ്റായ മുൻവിധിയിൽ നിന്നാണ് ഇയാൾ സംസാരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക പ്രബോധനമനുസരിച്ച് ആദ്യ പ്രവാചകൻ ആദരണീയനായ ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഒരേ ദൈവത്തിൽ നിന്നുള്ള ഒരേ സന്ദേശമാണ് കൈമാറിയത്. ആദരണീയനായ ഇബ്രാഹിം നബി, മൂസ നബി, ഈസാ നബി തുടങ്ങി ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമിന്റെ തന്നെ വക്താക്കളായിരുന്നുവെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിനാൽ തന്നെ മുൻകാല പ്രവാചകന്മാരുടെ അനുയായികളായ യഹൂദരിലോ ക്രൈസ്തവരിലോ ഇസ്ലാമിക നിയമങ്ങളോട് സാമ്യമുള്ള കാര്യങ്ങൾ കാണുന്നത് ഇസ്ലാം അവരിൽ നിന്ന് കോപ്പിയടിച്ചതുകൊണ്ടല്ല, മറിച്ച് ഇവയെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലെ അശൂറ എന്ന അധ്യായത്തിലെ 13-ാം വചനത്തിൽ അല്ലാഹു ഇപ്രകാരം പറയുന്നു: നൂഹ് നബിയോട് കൽപ്പിച്ചതും നിനക്ക് നാം സന്ദേശമായി നൽകിയതും ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരോട് നാം കൽപ്പിച്ചതുമായ അതേ മതം തന്നെയാണ് അവൻ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാന തത്വം മനസ്സിലാക്കാതെയാണ് ഇസ്ലാം പകർത്തിയെഴുതിയതാണെന്ന് ഇയാൾ വാദിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മുൻപുള്ള ശുദ്ധി എന്നത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യമാണ്. അത് പിൽക്കാലത്ത് വന്നവർ പിന്തുടരുന്നത് സ്വാഭാവികമായ ഒരു തുടർച്ച മാത്രമാണ്. ഒരു ശാസ്ത്രജ്ഞൻ മുൻപ് നടന്ന പരീക്ഷണങ്ങളുടെ തുടർച്ചയായി പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ അയാൾ പകർത്തിയെഴുതുകയാണെന്ന് ബുദ്ധിയുള്ള ആരും പറയില്ല. അതുപോലെ തന്നെയാണ് പ്രവാചകന്മാരുടെ കാര്യവും. ഇവിടെ ഈ വിമർശകൻ നടത്തുന്ന മറ്റൊരു കള്ളത്തരം സയനിസ്റ്റ് അജണ്ടകളെ വെളുപ്പിക്കലാണ്. ഇസ്ലാമിനെ തകർക്കാൻ ജൂതന്മാരുടെ ചരിത്രത്തെ പർവ്വതീകരിച്ചു കാണിക്കുകയും മുസ്ലിമുകളെ പരിഹസിക്കുകയും ചെയ്യുന്നത് ഇയാളുടെ സ്ഥിരം രീതിയാണ്. പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ് എന്ന വാദത്തിലൂടെ ഇസ്ലാമിന് ചരിത്രപരമായി യാതൊരു അവകാശവുമില്ലെന്ന് വരുത്താനാണ് ഇയാൾ നോക്കുന്നത്. എന്നാൽ ഇസ്ലാം ഒരു വംശീയതയല്ല, മറിച്ച് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർക്ക് ലഭിച്ച ദൈവിക മാർഗദർശനമാണ്. ഇനി ഇയാളുടെ തന്നെ നിരീക്ഷണവാദ നിലപാടിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇസ്ലാമിനെ പകർപ്പെന്നു വിളിക്കുന്ന ഇയാൾ പിന്തുടരുന്ന ഭൗതികവാദവും ലിബറലിസവും എവിടെ നിന്നാണ് വന്നത്? മനുഷ്യന്റെ അവകാശങ്ങളെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഇവർ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ മതങ്ങൾ മുന്നോട്ടുവച്ച ധാർമ്മിക മൂല്യങ്ങളെ കടമെടുത്തുകൊണ്ടല്ലേ? ദൈവമില്ലാത്ത ഒരു ലോകത്ത് ഭൗതികമായ കണികകൾക്ക് എന്തു നീതിയാണുള്ളത്? അന്ധമായ പ്രകൃതി നിയമങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ശരിയും തെറ്റുമുണ്ടാകുന്നത്? സ്വന്തം ആശയങ്ങൾക്ക് പോലും ഒരു സ്വതന്ത്രമായ അടിത്തറ കണ്ടെത്താൻ കഴിയാത്തവരാണ് ഇസ്ലാമിനെ പകർപ്പെന്ന് പരിഹസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകുന്ന നിയമങ്ങൾ മുൻപുള്ള പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ കൂടുതൽ വ്യക്തമാക്കുകയും പരിഷ്കരിക്കുകയുമാണ് ചെയ്തത്. വുദൂ എന്ന കർമ്മം കേവലം കൈകഴുകലല്ല, മറിച്ച് അത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരു ആത്മീയ ശുദ്ധീകരണമാണ്. ഈ ആഴത്തിലുള്ള അർത്ഥതലങ്ങളെ കാണാതെ ഉപരിപ്ലവമായ സാമ്യങ്ങളെ മാത്രം പിടിച്ചു തൂങ്ങുന്നത് ഇയാളുടെ ബൗദ്ധികമായ പാപ്പരത്തമാണ് തെളിയിക്കുന്നത്. ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്നുള്ള മുറിവാക്യങ്ങൾ എടുക്കുന്നതിനു മുൻപ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ലോകവീക്ഷണം എന്താണെന്ന് പഠിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഇയാൾ കാണിക്കണമായിരുന്നു. ഇത്തരം പൊള്ളയായ വാദങ്ങളിലൂടെ ഇസ്ലാമിനെ ഇല്ലാതാക്കാമെന്നത് വെറും ദിവാസ്വപ്നം മാത്രമാണ്.